ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ ഓർഗനൽസിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് സെൽ ഓർഗനൽസും അവയുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫങ്ഷൻസും കാര്യങ്ങളും നോക്കി. ഇനി നമുക്ക് ബാലൻസ് സെൽ ഓർഗനൽസ് നോക്കാം. ഫസ്റ്റ് വൺ വാക്യൂൾ ആണ്. വാക്യൂൾ കവേർഡ് ബൈ എ ക്യാരക്ടറിസ്റ്റിക് മെമ്പറൈൻ കാൾഡ് ടോണോപ്ലാസ്റ്റ്. അതായത് വാക്യൂളിനെ കവർ ചെയ്ത് കാണുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ടോണോപ്ലാസ്റ്റ് എന്നത് വാക്യൂളിൻ്റെ ഔട്ടർ കവറിങ് ആണ്. നിങ്ങൾക്ക് കാണാം, ഇവിടെ വാക്യൂളിൻ്റെ ഇമേജ് ഉണ്ട്. ഇതാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഔട്ടർ കവറിങ്, വാക്യൂളിൻ്റെ ഔട്ടർ കവറിങ് ആണ് ഈ ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. വാക്യൂളിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ വാട്ടർ, സാൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്. അതായത് വാക്യൂളിൻ്റെ പ്രധാന ഫങ്ഷൻസ് ആണ് സബ്സ്റ്റൻസിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും വാട്ടറിനെയും സാൾട്ടിനെയും എക്സ്ക്രീറ്ററി മെറ്റീരിയലിനെയും സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ ഈ സബ്സ്റ്റൻസിനെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് സെല്ലിൻ്റെ ഇൻറ്റേർണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പം വാക്യൂളിൻ്റെ പോയിന്റ് ആണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോർ വാട്ടർ, സാൾട്ട്, എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് എന്നിവയെ സ്റ്റോർ ചെയ്യുക എന്നത്. നെക്സ്റ്റ് സെൽ ഓർഗനലാണ് ഗോൾഗി കോംപ്ലെക്സ് എന്ന് പറയുന്നത്. ഗോൾഗി കോംപ്ലെക്സ് കളക്ട് cell secretion like enzymes, hormones and mucus etc. in small vesicle. അതായത് ഈ ഗോൾഗി കോംപ്ലെക്സ് പ്രധാനമായിട്ടുള്ള ഫങ്ഷനാണ് സെക്രീഷൻസിനെ കളക്ട് ചെയ്യുക എന്നത്. സെല്ലിൽ എൻസൈംസും ഹോർമോൺസും മ്യൂക്കസ് പോലുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ആകുമ്പോൾ അവ നേരിട്ട് പുറത്തേക്ക് പോകില്ല, മറിച്ച് ഇത് ആദ്യം എവിടെ എത്തും? ഗോൾഗി കോംപ്ലെക്സിലെത്തും. ഈ ഗോൾഗി കോംപ്ലെക്സ് അവയെ കളക്ട് ചെയ്ത് സ്മാൾ വെസിക്കിളിൽ പാക്ക് ചെയ്യും. ഇങ്ങനെ കളക്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നതിനാൽ പിന്നീട് അവ എളുപ്പത്തിൽ സെല്ലിൻ്റെ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കളക്ട് സെൽ സെക്രീഷൻ ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ്, മ്യൂക്കസ് എക്സെട്ര ഇൻ സ്മാൾ വെസിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ സീൻ ഇൻ പ്ലെന്റി ഇൻ ഗ്ലാൻഡുലാർ സെൽ. കൂടുതലായിട്ട് ഗോൾഗി കോംപ്ലെക്സ് കാണുന്നത് എവിടെയാണ്? ഗ്ലാൻഡുലാർ സെൽസിലാണ്. എന്തുകൊണ്ടായിരിക്കും ഗ്ലാൻഡുലാർ സെൽസിൽ കൂടുതലായിട്ട് ഈ ഗോൾഗി കോംപ്ലെക്സ് കാണുന്നത്? കാരണം ഈ ഗ്ലാൻഡുലാർ സെൽസ് ഹോർമോൺസ്, എൻസൈംസ് പോലുള്ള സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും? കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഗ്ലാൻഡുലാർ സെൽസിൽ കൂടുതലായിട്ട് ആര് കാണപ്പെടുന്നുണ്ട്? ഗോൾഗി കോംപ്ലെക്സ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 2 സെൽ ഓർഗനൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.